ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മാധ്യമങ്ങളടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, LDF സർക്കാർ ഉള്ളതുകൊണ്ടാണ് ദിലീപിനെ അകത്താക്കിയതെന്ന് അന്ന് പറഞ്ഞു നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾക്ക് പതുക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകരൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് വസ്തുത എന്നിരിക്കുകയാണ് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം അതിന് കൂട്ടുനിൽക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നിയമവശം ഇതാണെന്ന് അറിഞ്ഞിട്ടും ഏതായാലും പക്ഷേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നത് ഏറെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കാത്തിരുന്ന് വരും സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, നിരവധി അതിഥികൾ ഉമേഷ് മാറി നിന്ന സമയത്ത് നമ്മളോടൊപ്പം സംസാരിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഏതായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വലിയ അടിത്തറയാവുകയാണ്, പലർക്കും പറയുന്നതിന് ധൈര്യം നൽകുന്ന ഒരു അടിത്തറയാവുകയാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടർ നിയമ നടപടികളുടെ വലിയൊരു അവസരം സർക്കാരിന്റെ മുൻപിലേക്ക് വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ മനു, ഇത്തരത്തിൽ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ഒരു ധൈര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ പേർ ഇത്തരത്തിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇനിയും മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതുവരെയുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവർ ഇപ്പോൾ ഈ വെളിപ്പെടുത്തുന്നതിന് പുറമെ കൂടുതൽ ധൈര്യസമേതം പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ അത് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി സജി ചെറിയാനടക്കം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് പരാതി നൽകി അത് അന്വേഷിച്ചാൽ അതിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആരോപണ വിധേയനെതിരെ നടപടി ഉറപ്പാണ് എന്ന് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല അത് ആ ഉറപ്പ് നമുക്ക് പൂർണ്ണ വിശ്വാസത്തിലും എടുക്കാം. കാരണം അതിനു മുൻപിൽ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടനായ ദിലീപിനെതിരെ ഈ ആരോപണം വന്നപ്പോൾ കൃത്യമായി അന്വേഷിച്ചു, തെളിവുകൾ കണ്ടെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ ഇപ്പോഴും വിചാരണ തുടരുകയാണ്. അപ്പോൾ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി പരാതിയുമായി വരേണ്ടത് ഏതെങ്കിലും പരാതി ലഭിച്ചാൽ ഒരുപക്ഷെ ഈ അതിജീവിത തന്നെ നേരിട്ട് പരാതി നൽകണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പരാതി വന്നാൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. കൃത്യമായ മൊഴി പോലീസിന് ലഭിച്ചാൽ, പ്രത്യേകിച്ച് ഈ അതിജീവിതരടക്കം പോലീസിനോട് ധൈര്യസമേതം മൊഴി നൽകിയാൽ അത് FIR ആയി രൂപപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകും. ആരോപണ വിധേയർ അതവർ കുറ്റക്കാരാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് അടക്കമുള്ള കൃത്യമായ അച്ചടക്ക നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത് ഈ സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണമാണ്, ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ആ നടി ഇന്നലെ അത് വളരെ വിശദമായി ഏതൊക്കെ തരത്തിലാണ് തനിക്കുണ്ടായ ദുരനുഭവം ഈ സിദ്ദിഖിൽ നിന്നുണ്ടായത് എന്ന് ആ നടി പറയുന്നു. മാത്രമല്ല തനിക്ക് മാത്രമല്ല തൻ്റെ മറ്റ് പല സുഹൃത്തുക്കൾക്കും സമാനമായ അനുഭവം സിദ്ദിഖിൽ നിന്നുണ്ടായതായി തനിക്കറിയാം എന്നൊക്കെ ഈ നടി ആരോപിക്കുന്നുണ്ട്. ഇതിലെ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചാൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തും. ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പോലീസിന് പരിശോധിക്കാം. ഏതായാലും ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ താൻ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് മോഹൻലാലിനെ തൻ്റെ രാജിക്കത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ഇതിലെ സത്യാവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ നിലപാട് എന്താണ് എന്നൊന്നും ഈ കത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് അദ്ദേഹം നേരിട്ട് പറയുമോ എന്നറിയില്ല. ഇപ്പോഴും പല മാധ്യമങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ ഫോണിലൂടെ തൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ചില വാക്കുകൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആരോപണത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. താൻ രാജിവെച്ചിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിക്കുക മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇനി അതിൽ കൂടുതൽ തനിക്ക് പറയാനുള്ളത് എന്ന് സിദ്ദിഖ് വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ സിദ്ദിഖ് തൻ്റെ നിലപാട് പറയാൻ തയ്യാറാകുമോ എന്ന ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ഇനി നിലപാട് പറയേണ്ട ബാധ്യത സിദ്ദിഖിനില്ല. പക്ഷേ വ്യക്തിപരമായ ആരോപണങ്ങൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത സിദ്ദിഖിന് പൊതുസമൂഹത്തോടുണ്ട്. അത് അദ്ദേഹം നിർവഹിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മനു.